നമ്മൾ പർച്ചേസ് ചെയ്യാനാന്ന് വിചാരിച്ചിട്ട് ഏജന്റുമാരാണ്. 3 പീസിനാണ് 349. വാവ്, ഗ്രേറ്റ്. ഈ ഒരു നൈറ്റിയുടെ റേറ്റ് വെറും 75 റുപ്പീസ് ആണ് കേട്ടോ. ഓൺലൈനിൽ ഏത് കോൾ വന്നാലും നമ്മളാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ അല്ലെങ്കിൽ വേറെ പ്രിൻസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത് കോൾസ്. 19 റുപ്പീസിലാണ് അണ്ടർ ഗാർമെന്റ്സിന്റെ. ഈ കാണുന്നത് മെയിൻ ഗേറ്റ് ആണ്, റിംഗ് റോഡില്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് 40 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. അത്യാവശ്യം നല്ല കോട്ടൺ, നല്ല ലെങ്തി ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ 170 രൂപ തൊട്ട് നമുക്ക് നല്ല ലിനന്, ജൂട്ട് ലിനന് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് വരുന്നത്. നമ്മൾ പർച്ചേസിംഗ് ആണെങ്കിൽ ഇപ്പൊ പെട്ടു. അക്കൗണ്ടിങ് സിസ്റ്റം ആണ്. നമ്മൾ ബില്ലിംഗ് ചെയ്യുമ്പോൾ അപ്പൊ ഈ ഒരു റേറ്റ് തന്നെയായിരിക്കും അവിടെ ബില്ലിലും വരുന്നത്. പ്യൂർ സുത്തി കോട്ടൺ തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോകുന്ന ഐറ്റംസ് ആണ് ഇത്രയേ ഉള്ളത്. ഈ ധാവണി എന്നൊക്കെ പറയത്തില്ല. ഈ ഒരു സെക്ഷൻ ബനാറസിയുടെ സെക്ഷൻ കണ്ടോന്ന് എത്ര റേറ്റ് വേണോ? 349. ഇതും 349. 349 രൂപയുള്ളതിന്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സൂറത്തില് റിംഗ് റോഡിലാണ് കേട്ടോ. അപ്പൊ റിംഗ് റോഡിന്റെ ഒരു തിരക്ക് നമുക്ക് നോക്കാം. ഈ കാണുന്നത് മെയിൻ ഗേറ്റ് ആണ്. റിംഗ് റോഡില് മെയിൻ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കടയിലേക്ക് വന്നിട്ടുള്ള മെയിൻ ഗേറ്റ് ആണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ റിംഗ് റോഡിൽ ഇങ്ങനെ തിരക്കും കാര്യങ്ങളും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ബണ്ടിൽ വന്നും പോയി ഇങ്ങനെ പോകും. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ബണ്ടിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. എന്തായാലും നമുക്ക് എവിടേക്കാണ് വന്നതെന്ന് നോക്കാം. നമ്മൾ വന്നിരിക്കുന്നത് മിലേനിയം ടെക്സ്റ്റൈൽ മാർക്കറ്റ് M1ലേക്ക്. M1, M2, M3 ഉണ്ട്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് M1 കേസറിയ ടെക്സ്റ്റൈൽ കമ്പനിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോർ ഫുൾ, ഫസ്റ്റ് അല്ല ശരിക്കും ആക്ച്വലി സെക്കൻഡ് ഫ്ലോർ എന്ന് വേണമെങ്കിൽ പറയാം. ഫുൾ കാണുന്നത് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് മൊത്തം കേസറിയ ടെക്സ്റ്റൈൽ. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് കയറി നോക്കാം. ഇവിടെ ഫുൾ കിട്ടുന്നത് കിഡ്സ് വെയർ, മെൻസ് വെയർ, അതുപോലെ തന്നെ എത്നിക് വെയർ, ലേഡീസിൻ്റെ കളക്ഷൻസ് ആണ്. അതിൽ എല്ലാം തരം വെറൈറ്റീസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മെയിൻ എൻട്രൻസിൽ ഇപ്പോൾ നമ്മൾ കണ്ടുല്ലോ. ഇനിയിപ്പോൾ എങ്ങനെ അവിടേക്ക് എത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്ത് ഒരു സ്റ്റെപ്പ് ഉണ്ട്, നടുക്കിലൊരു സ്റ്റെപ്പ് ഉണ്ട്, ആ സൈഡിലൊരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ കൂടെ പോണേക്കാളും നല്ലത് നിലത്ത് കുറേ ഈ പാർസൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പാർസലൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ തന്നെ താഴത്തെ ലിഫ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്നും ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസറിയ പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ കുറച്ച് പേര് നോക്കി നിൽക്കുന്നുണ്ട് നമ്മളെ. പിന്നെ കുറച്ച് പേര് ഇവിടെയും വായ നോക്കി നിൽക്കുന്നുണ്ട്. ഈ സംഭവമൊക്കെ എന്താണെന്നറിയാം, ഇവർ നമ്മൾ പർച്ചേസ് ചെയ്യാനാന്ന് വിചാരിച്ചിട്ട് ഏജന്റുമാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യം പിന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വിട്ട് കളഞ്ഞു. വേറെ വല്ലവരാണ് പർച്ചേസിങ്ങിനെ വരണമെന്ന് വെച്ചാൽ അവർ നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകും ഓരോരോ സ്ഥലത്തേക്ക്. അപ്പോൾ കമ്മീഷൻ ബേസിലാണ് അവർക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഇവരെ മഷിട്ടത് അപ്പോൾ കിട്ടില്ല. അപ്പോൾ നമുക്ക് പോകേണ്ടത് കേസറിയ ടെക്സ്റ്റൈൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ ഇടയിൽ കൂടെ പോകാം. അപ്പോൾ ലിഫ്റ്റ് വഴിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പോകാം നമുക്ക്. അപ്പോൾ ഈ കാണുന്ന പാർസൽസ് മൊത്തം ഓരോരോ ഷോപ്പ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ 100 കടകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിശയത്തോടു കൂടി ഇത് നോക്കിയിരിക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മൾ പർച്ചേസിങ് ആണെങ്കിൽ ഇപ്പം പെട്ടു. അത് ആ കാര്യം ഒന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ നേരിട്ട് വരാം, സേഫായിട്ട് വരാം. അപ്പോൾ പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് കേസറിയുടെ ഫുൾ ഓവറോൾ ടൂർ. നിറയെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വെറൈറ്റീസും ഉണ്ട്. പോവാം. സൂറത്തിൽ വരുമ്പോൾ നമുക്കൊരു സംശയമാണ്, മലയാളി ഉണ്ടോ എന്ന്. നമ്മളെന്തായാലും ഒരു തവണ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ തവണ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രിൻസ് ചേട്ടൻ എന്ന് വിളിക്കണ്ട, പ്രിൻസ് എന്ന് വിളിച്ചാൽ മതി, അതാണ് നല്ലത്. നല്ലൊരു ബഹുമാനം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രിൻസേ, നമ്മളിപ്പോൾ ഉള്ളത് കേസറിയിൽ. ഇവിടെ നമുക്ക് ഓവറോൾ ടൂറാണ് നമ്മളിന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട് ഏതാന്നുള്ളത്. അപ്പൊ സ്റ്റാർട്ടിങ് ഇൻട്രോ കാര്യങ്ങളൊക്കെ കണ്ടില്ലോ നിങ്ങൾ, എങ്ങനെ വരേണ്ട കാര്യങ്ങളൊക്കെ. അപ്പൊ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മലയാളം മാത്രം അറിയുന്ന വെച്ചാൽ പ്രിൻസിനെ ഒന്ന് ചോദിച്ചാൽ മതി അല്ലെ, ഡീൽ ചെയ്യില്ല എല്ലാം കാര്യങ്ങളും. ഓക്കെ, ഇനി ഇവിടെ എന്തൊക്കെ വെറൈറ്റീസ് നമുക്കൊന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഇവിടെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ പ്രിന്റഡ് സെക്ഷൻ ആണ്. പ്രിന്റഡ് സാരീസ് ആണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് 40 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ അതിനകത്ത് ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. ലൈക്ക് നമ്മുടെ ജോർജറ്റ്, ഷിഫോണ്, വെയ്റ്റ്ലെസ്, ബ്രാസോ, അങ്ങനെ കുറേ ഡിസൈൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെയ്റ്റ്ലെസ് ഫാബ്രിക് ആണ്. ഡെയിലി വെയർ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതിനകത്ത് ഒരുപാട് പുതിയ ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് സൗത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്ന സാധനമാണ് ഇത്. ഇതിലാകുമ്പോൾ വിത്ത് ബ്ലൗസ് ഉണ്ടാവില്ല? എല്ലാം വിത്ത് ബ്ലൗസ് ആണ്. ഈ കാണിക്കുന്ന എല്ലാം വിത്ത് ബ്ലൗസ്. നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസിലുള്ളതിനകത്ത് മാത്രമാണ് വിത്തൗട്ട് ബ്ലൗസ്. അല്ലാത്തതൊക്കെ വിത്ത് ബ്ലൗസിൽ വരുന്ന ഐറ്റംസ്. അപ്പൊ 45 രൂപയാണ് ഇവിടെ സ്റ്റാർട്ടിംഗ്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ ഡെയിലി വെയർ സെക്ഷൻ, ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പുറത്തെ ഒരു കൗണ്ടർ. ഇവിടെ എന്താ പറയുക, കാറ്റലോഗ് സാരീസ് ആണ്. കാറ്റലോഗ് സാരീസ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഫാൻസി ആയിട്ടുള്ള ഐറ്റംസ് ആണ് വരുന്നത്. ചിലപ്പോൾ അതിനകത്ത് കുറച്ച് സിറോസ്കി വർക്ക് ഉണ്ട്, ഡയമണ്ടിന്റെ വർക്ക് ഉണ്ട്, പിന്നെ ഫാൻസി ബ്ലൗസിലുള്ള കളക്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആണ്. പിന്നെ ഇത് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? നമുക്ക് ഇതുപോലെ സെറ്റ് വൈസ് ആണ് വരുന്നത്. 4 പീസ്, 5 പീസ്, 6 പീസ്, അങ്ങനെ ഓരോ മെറ്റീരിയൽ വൈസിൽ ഇതുപോലെ പീസസ് വരും. അപ്പോൾ ഫുൾ
ഫുൾ പീസായിട്ട് എടുക്കണം. അപ്പൊ ഞാൻ ഓരോന്നോരോന്ന് കളക്ഷൻ എടുത്ത് തുറന്ന് കാണിക്കുന്നില്ല, കാരണം വെച്ചാൽ ഇത് കാണിച്ചു കഴിഞ്ഞാലും കാര്യമില്ല, കാരണം ഇതൊക്കെ സെയിലായി പോയിനാൽ പിന്നെ പുതിയ സ്റ്റോക്ക് പുതിയ കളക്ഷൻസ് ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഒരു ബിസിനസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഫുൾ ടീം നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നേരിട്ട് വരണമെങ്കിൽ വരാം. നേരിട്ട് വരാനായിട്ട് നമുക്ക് സൂറത്തില് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ അവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ പോലത്തെ സംഭവങ്ങളൊക്കെ ഇപ്പൊ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേറൊരു പുതിയൊരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു 2-3 മാസത്തിനുള്ളിൽ ഫുള്ള് കേസരി അങ്ങോട്ട് മാറുകയാണ്. ഗ്രേറ്റ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വരത്തില്ല. അതിന്റെ കൺസ്ട്രക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലും വലിയതാണ്. അത് ഫുള്ള് ഒരു മോള് നമ്മൾ മേടിച്ചേക്കാണ്. ഓക്കെ. പക്ഷെ അതല്ലാണ്ട് ഇപ്പൊ നിലവിൽ ഇപ്പൊ 2 മാസത്തിന്റെ ഉള്ളിൽ വരുന്നവരാണെങ്കിൽ അവർക്ക് വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇപ്പൊ രാത്രി പാതിരക്കൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുളിക്കാനോ എന്തെങ്കിലും റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ആണെങ്കിൽ അവിടെ 24/7 അവിടെ സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽ റൂം അറേഞ്ച് ചെയ്യാനുള്ളത് അത് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഇവർ ചെയ്ത് തരും. നമുക്ക് ആ ഒരു ബഡ്ജറ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. നാട്ടിലെവിടെയാ? അപ്പൊ ഞാൻ റാന്നി പത്തനംതിട്ട. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ എത്ര നാളായി? ഞാൻ ജനിച്ചതൊക്കെ ഇവിടെയാണ്, വളർന്നത് നാട്ടിലാണ്, പിന്നെ തിരിച്ചു വന്നു അവിടെ ഇവിടെ അവിടെ ആയിട്ട് അങ്ങനെ. ഓക്കെ. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കൗണ്ടർ വരുന്നത് സെയിം ഇത് ഫാൻസി ബ്ലൗസിന്റെ തന്നെ സാരീസ് ആണ്. ഇപ്പൊ പുതിയ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സൗത്തിൽ കൂടുതലായിട്ട്. ഒരുപാട് വർക്കുള്ള ബ്ലൗസ് വിത്ത് പ്ലെയിൻ സാരി. ഡിസൈനർ ബ്ലൗസ് എല്ലാം ഇത് ബോക്സ് പാക്കിങ്ങിന് മാത്രമാണ് ഈ ഒരു സെക്ഷൻ വേറെ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ. ബോക്സ് പാക്കിങ് ഒരെണ്ണം ഞാൻ എടുത്ത് കാണിക്കാം. അപ്പൊ ഇങ്ങനെ ബോക്സ് പാക്കിംഗ് ആണ് വരുന്നത്. അപ്പൊ ഇത് കേസരിയുടെ തന്നെ ബോക്സ് പാക്കിംഗ് ഇങ്ങനെ പാക്കിങ്ങിൽ വരും. പോസ്റ്റർ പ്രിന്റ് ആയിട്ട് ഇങ്ങനെ പോസ്റ്റർ പാക്കിംഗ് ആണ് വരുന്നത് അല്ലെ, കാറ്റലോഗോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ 4, 6, 8, 12 അങ്ങനെയൊക്കെ പാക്കിങ്ങിലായിരിക്കും വരാട്ടോ. അപ്പൊ ഇത് ഫാൻസി പ്രിന്റഡ് കാറ്റലോഗ് സാരി. ഓക്കെ. പ്ലസ് ഇത് ബ്രൈഡൽ സാരീസ് ആണ്. ബ്രൈഡൽ സാരീസിന് അത് സിംഗിൾ പീസ് ആണ് വരുന്നത്. ഓക്കെ. നമുക്ക് അതങ്ങനെ സിംഗിൾ പീസ് ആയിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ബ്രൈഡൽ ആയിട്ടുള്ള ഇത് കല്യാണ പെണ്ണിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാരി കളക്ഷൻസ് ആണ്. കല്യാണം എന്ന് പറയുമ്പോൾ സിന്ദൂരം റെഡ്, വള റെഡ്. അപ്പൊ അതിന്റെ പ്രതീകമായിട്ട് നമുക്ക് ആ ഒരു റെഡ് കളർ സാരി തന്നെ കൊടുക്കണം എന്ന് നോർത്ത് സ്റ്റൈലിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനുള്ള ബോക്സ് പാക്കിംഗ് ഉള്ള ഒരു സെക്ഷൻ ആണ്. ടൂർ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ കാണാനുണ്ട്. ഇപ്പൊ ഈ കാണുന്നതൊക്കെ ബോക്സ് പാക്കിംഗ്, അതിന്റെ എല്ലാം ബോക്സ് പാക്കിംഗ് തന്നെയാണ്. പിന്നെ ഇവിടെ തൊട്ട് നമുക്ക് കോട്ടന്റെ സെക്ഷൻ ആണ് തുടങ്ങുന്നത്. ഇപ്പം സമ്മർ ആയതുകൊണ്ട് കോട്ടൺ ആണ് കൂടുതലും സെയിൽ ആകുന്നത്. സോ അതിന്റെ ഒരുപാട് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. കോട്ടണിലൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എന്തോരം വരും? നമുക്ക് 95 രൂപയാണ്. പക്ഷെ 95 രൂപയായിട്ട് നമ്മുടെ നാട്ടിൽ അതിനുള്ള മീറ്റർ കിട്ടത്തില്ല. കാരണം ഇവിടെ 3.5 മീറ്റർ 4 മീറ്റർ ഒക്കെ വരത്തുള്ളൂ. അത്യാവശ്യം നല്ല കോട്ടൺ നല്ല ലെങ്തി ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ 170 രൂപ തൊട്ട് നമുക്ക് നല്ല കോട്ടണിലെ സാരീസ് അവൈലബിൾ ആണ്. മെറ്റീരിയലും കിട്ടുന്നത്. ചിലർക്ക് ഫ്ലീറ്റ് കൂടുതൽ വേണ്ടെന്ന് പറയുമ്പോൾ അതിനുള്ള സാരീസ്. അപ്പൊ കോട്ടന്റെ വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ ഇതും ഫാൻസി കോട്ടൺ ആണ് തോന്നുന്നു. കോട്ടൺ പുതിയ പ്യൂർ സൂത്തി കോട്ടൺ തന്നെയാണ്. സൂത്തി കോട്ടണിൽ തന്നെ നമുക്ക് ത്രെഡ് വർക്ക്, സീക്വൻസ് വർക്ക്, അങ്ങനെ വർക്കുകളായിട്ടുള്ള പല കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള വർക്കാണ്. അപ്പൊ ഇതൊരു സൂത്തി കോട്ടന്റെ ഒരു സെക്ഷനാണ് വരുന്നത്. ഇതും നമുക്ക് ഫുൾ ആ സെറ്റ് ടു സെറ്റ് തന്നെ എടുക്കണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ. അപ്പൊ ഒരു സെക്ഷൻ വൈസ് ഞാൻ പരിചയപ്പെടുത്തുന്നത് മാത്രമല്ല, ഇപ്പൊ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് എത്ര മണി തൊട്ട് എത്ര മണി വരെ ഉണ്ട്? നമുക്ക് 9:30 to 8:30 വരെ ഉണ്ട് ഈവനിങ്. പിന്നെ സൺഡേ ഓപ്പൺ ആണോ? സൺഡേ 10 തൊട്ട് 4 മണി വരെ ഓപ്പൺ ആണ്. 4 മണി വരെ ഓപ്പൺ ആണ് കേട്ടോ. പിന്നെ ഇനി ഈ ഒരു സെക്ഷൻ ഫാൻസി സെക്ഷൻ തന്നെയാണ് കോട്ടന്റെ. അത് നമ്മുടെ സുത്തി, അത് പ്യുവർ കോട്ടൺ. ഇത് പിന്നെ കുറച്ച് ഡിസൈനിലായിട്ടുള്ള കോട്ടൺ, അതേ വ്യത്യാസമേ ഉള്ളൂ. ഇതിനകത്ത് വരുന്നത് കഴിഞ്ഞാൽ ഡോള സിൽക്ക്, അതുപോലെ മൽമൽ കോട്ടൺ, അങ്ങനെയുള്ള കുറെ ഡിസൈൻസ് ആണ് വരുന്നത്. ലിനന്, ജൂട്ട് ലിനന്, അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് വരുന്നത്. അതിന്റെ കുറച്ചെല്ലാം നമ്മൾ സാമ്പിൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ടല്ലേ ഇത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ അതില് ജൂട്ട് ലിനന്റെ ഇതിലിപ്പോ ഇങ്ങനെ ചെറിയ വർക്ക് വരുന്നുണ്ട്. ബാട്ടിക് പ്രിന്റ്, ഡോള സിൽക്കിൽ തന്നെ പല പ്രിന്റ്സ് അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ ഇതൊക്കെ അതിന്റെ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആണ്. അതുപോലെ പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. ജൂട്ട് ലിനൻ ഞാൻ പറഞ്ഞത് ഹാൻഡ്ലൂമിലാണ് വരുന്നത്. ഓക്കെ. ഇനി പക്ക ലിനൻ വേണമെങ്കിൽ അതും ഉണ്ട് അല്ലേ. ഇത് ലിനനിൽ കേട്ടോ. അപ്പൊ ഇതിൽ പിന്നെ നമുക്ക് ഇപ്പൊ ഇതൊക്കെ കളക്ഷൻസ് ആയി. ഈ കളക്ഷൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ വരുമ്പോഴേക്ക് തീരും. പക്ഷെ എനിക്കൊരു ഡൗട്ടും കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഏജന്റിന്റെ പ്രശ്നം അങ്ങനെയൊക്കെ കുറെ കേൾക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എനിക്ക് തന്നെ അനുഭവം ഉണ്ട്. നമ്മളിപ്പോൾ ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരു കടയുടെ പേര് പറഞ്ഞു പോകുമ്പോൾ പക്ഷെ അവർ നമുക്ക് മാനുഫാക്ചർ വേറെയാണ്, അവിടേക്ക് പോവാം ഇവിടേക്ക് പോവാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താ, ഇപ്പൊ നിങ്ങൾ ഇവിടെ സ്ഥിരമുള്ളതായതുകൊണ്ട് കുറച്ചുകൂടി അറിയാലോ. കസ്റ്റമേഴ്സ് ഒരുപാട് അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, എപ്പോൾ വന്നു കഴിഞ്ഞാലും വരുന്നതിന് മുമ്പ് നിങ്ങൾ ടൈമിങ്, ഡേറ്റ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അതിനെപ്പറ്റി നമുക്ക് ഫോളോ
ജോബ് എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വരുമ്പോഴത്തേനും ഞങ്ങൾക്ക് പിക്കപ്പ് സർവീസ് ഉണ്ട്. അപ്പം അതിനനുസരിച്ച് ടൈം ടു ടൈം പിക്കപ്പ് ചെയ്യാനും ഒക്കെ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ടൈം അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ അപ്ഡേറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഏജന്റുമാരില്ലേ അവരെ കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകും. പിന്നെ നമ്മുടെ കയ്യിലത്തെ പൈസയാണ് നമ്മൾ കമ്മീഷനായിട്ട് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ കമ്മീഷന്റെ പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ബാർകോഡിംഗ് സിസ്റ്റം ആണ്. ഈ ബാർകോഡിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ബാർകോഡിംഗ് സിസ്റ്റത്തിനകത്ത് വരുന്നത് എത്ര പീസ് എന്നുള്ളത് വരും, പിന്നെ എത്ര മീറ്റർ ഉണ്ട്, പിന്നെ ഏത് ഫാബ്രിക് ആണ്, പിന്നെ അതിൻ്റെ ബാർകോഡിൻ്റെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്, പെർ പീസിൻ്റെ റേറ്റും കൊടുത്തിട്ടുണ്ട്, പിന്നെ കേസരിയുടെ ലോഗോ ഉണ്ടാവും, അതിന്റെ ടാഗ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് പുറത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ടാഗ് ഇല്ലാണ്ട് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ കുറച്ച് പൈസ കൂടുതൽ അവർ പറഞ്ഞിട്ട് അത് കമ്മീഷനായിട്ട് ഏജന്റിന് പോവാണ്. പക്ഷേ ഇവിടെ ആകുമ്പോൾ ബാർകോഡിംഗ് സിസ്റ്റം ആണ്. നമ്മൾ ബില്ലിംഗ് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഒരു റേറ്റ് തന്നെയായിരിക്കും അവിടെ ബില്ലിലും വരുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനമായി. ഇനി ഈ ഒരു സെക്ഷൻ എന്താ വരുന്നത്? ഇത് നമ്മുടെ സിൽക്ക് സാരിയുടെ സെക്ഷനാണ്. സിൽക്ക് സാരിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 185 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ്. 185 രൂപ തൊട്ട് 1000+ വരെയുള്ള സാരീസ് ഇവിടെ ഉണ്ട്. എവിടെയുണ്ട്? അതില് പല നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സമ്മർ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഈ കളക്ഷൻ എല്ലാം നാട്ടിൽ തന്നെ സെയിൽ ആകുന്ന. അതെ, കൂടുതൽ നമ്മുടെ സൗത്ത് സൈഡിൽ പോകുന്ന കളക്ഷൻസ് ആണ്. ഇതൊക്കെ കോട്ടൺ സിൽക്ക് ആണ്. അതെ, അതിൽ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ജസ്റ്റ് കുറച്ച് സാമ്പിൾസ് ഇട്ട് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ടേസ്റ്റ് അല്ല, ഇവിടെ എല്ലാം സ്റ്റേറ്റിലത്തെ സാരീസ് അവൈലബിൾ ആണ് അല്ലേ? ഇവിടെ എന്ന് വെച്ചാൽ ഏത് സ്റ്റേറ്റിൽ നിന്ന് വരുന്നോ ആ സ്റ്റേറ്റിലത്തെ സാരീസ് ഒക്കെ ഇവിടെ കിട്ടും. അപ്പൊ നമ്മുടെ സ്റ്റേറ്റിന്റെ തപ്പണമെങ്കിൽ നമ്മൾ നേരിട്ട് വന്നേ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറെ ബോക്സ് പാക്കിംഗ് കാണാം, പലതരം വെറൈറ്റീസ് കാണാം. ഇനിയിപ്പോ ഈ ഒരു സെക്ഷൻ സാരീസ് ബനാറസി സിൽക്കിന്റെ സാരി സെക്ഷൻ ആണ്. ഇത് ഉള്ളത് 1000+ ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ മൈക്കിൽ വിളിച്ച് പറയണതിന്റെ റീസണും കൂടി പറഞ്ഞു തരാം. ഇത് ഏരിയ കുറച്ച് കൂടുതലാണ്. അപ്പൊ ഒരാൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ്. മൈക്കിൽ വിളിച്ച് പറഞ്ഞിട്ട് വേണം ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിപ്പിക്കാനായിട്ട്. കാരണം ഇവിടുന്ന് അവിടെ വരെ നടക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല, ഏരിയ കൂടുതലാണ്. ഇപ്പൊ ഇതിന്റെ കുറച്ച് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. ഈ ഒരു സെക്ഷൻ ബനാറസിയുടെ സെക്ഷനിലെ ഇതിനകത്ത് ഒരുപാട് പുതിയ ഡിസൈൻസ് വന്നിട്ടുണ്ട്. ടിഷ്യൂ സിൽക്ക്, പിന്നെ ബനാറസിയുടെ ഇപ്പൊ സ്റ്റോൺ വർക്ക് വെച്ച സിൽക്ക്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഇപ്പം ഇതുപോലെയാണ് ഇപ്പൊ കൂടുതൽ ഡിസൈൻസ് ഒക്കെ പോകുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു പാക്കിങ്ങും വരുന്നുണ്ട്, ബോക്സ് പാക്കിങ്ങും വരുന്നുണ്ട്, നമുക്ക് സാധാ പാക്കിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബനാറസി ആ ഒരു ഏരിയ ആണ്. പിന്നെ നമുക്ക് വരുമ്പോഴും ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാത്തിലും ഇതുപോലെ എഴുതിയും വെച്ചിട്ടുണ്ട്. ഫാൻസി ബനാറസി സെക്ഷൻ, കോട്ടൺ സെക്ഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഫുൾ സാരീസ് തന്നെയാണ്. ഇത് നമ്മുടെ ഫാൻസി സാരീസ് ആണ്. ഫാൻസി സാരീസ്, എംബ്രോയിഡറി വർക്ക്, സ്റ്റോൺ വർക്ക്, അങ്ങനെയുള്ള കളക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഫാൻസി സാരീസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ കല്ലും എന്താ പറയാ എംബ്രോയിഡറി വർക്ക് ജോർജറ്റിലുണ്ടാവും, ഓർഗൻസയില്, ഒരുപാട് മെറ്റീരിയൽസ്. അപ്പൊ അതിന്റെ കുറച്ച് സാമ്പിൾസ് അവിടെ മേശം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ വരുന്നവർക്കാണെങ്കിൽ ഇതുപോലെ ഓരോന്ന് ഇങ്ങനെ മാറ്റി നമുക്ക് നോക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊരു ഫാൻസി സാരീസിന്റെ കളക്ഷൻ ആണ്. ഇനി ഇപ്പുറത്തെ സൈഡ് ആണെങ്കിൽ നമുക്ക് ലെഹങ്ക മാത്രമല്ല ഗൗൺ ഉണ്ട്. ഓക്കെ, ലെഹങ്കാസ് എന്ന് പറയുമ്പോൾ നോർമൽ തൊട്ട് നല്ല ഹെവി പീസ് ആയിട്ടുള്ള ലെഹങ്കാസും അവൈലബിൾ ആണ്. ജസ്റ്റ് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം നമുക്ക് എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട് ലെഹങ്കാസിൽ. ഇവര് കസ്റ്റമേഴ്സ് അല്ലേ? അതെ, ഇത് കസ്റ്റമേഴ്സ് ആണ്. ഓക്കെ, ലെഹങ്കാസിന്റെ ഒരു 2-3 വെറൈറ്റി വെറുതെ ഒന്ന് ഇപ്പൊ കയ്യിൽ പിടിച്ചത് എടുത്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പോകുന്ന ഐറ്റംസ് ആണ് ഇത്രയേ ഉള്ളത്. ദാവണി എന്നൊക്കെ പറയത്തില്ലേ? അതെ, ആ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ സ്ലൈഡർ, ബ്രൈഡൽ, അങ്ങനെ. ഇത് പട്ടില് പെടുന്നത്. അതില് നമുക്ക് പ്രിന്റഡും വർക്ക് ആയിട്ടുള്ളത് വരുന്ന ഒരു കളക്ഷൻസ് ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ ഒന്ന് വെറുതെ ഒന്ന് ഓടിപ്പിച്ച് നോക്കാം. പിന്നെ ഇവിടെ കസ്റ്റമർ ഉള്ളത് കൊണ്ട് അവർക്കും ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരും. ഇത് ഈ സെക്ഷൻ ഒന്ന്, അതെ കണ്ടോ, ഹെവി തൊട്ട് നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് അനുസരിച്ചുള്ള പട്ടുപാവാട സ്റ്റൈലിലുള്ള കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഷിമ്മറിൽ വേണോ? ഇത് ലെഹങ്കയും ഉള്ളിൽ ടോപ്പും എല്ലാം വരുന്നുണ്ട്. ഇത് ബ്ലൗസ് അൺസ്റ്റിച്ചഡ് അല്ലേ? നമ്മുടെ സൗത്ത് ടേസ്റ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഇതല്ലാണ്ട് നമുക്ക് കല്ലും മുത്തും തേങ്ങയും മാങ്ങ അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. കണ്ടോ, ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ്, സൗത്ത് ഇന്ത്യൻ ടേസ്റ്റിലത്തെ കളക്ഷൻസ് ആണ് ഈ മൊത്തം വരുന്നത് കേട്ടോ. അപ്പൊ സ്കേർട്ടിന്റെ വെറൈറ്റീസ് ഫുള്ള് കണ്ടുല്ലോ. ഇതല്ലാണ്ട് അപ്പൊ ഇതവിടെ വെച്ചോ, നല്ല വെയിറ്റും ഉണ്ട്. അപ്പൊ ഇവരെ എവിടുന്നാ ഒന്ന് വീഡിയോയിൽ എടുക്കാൻ പറ്റാവോ? वडोदरा दुकान है क्या? नहीं। फैमिली के लिए
चालू करने के लिए ഓക്കെ വെഡിങ് പർപ്പസ് കല്യാണത്തിന് വേണ്ടിയുള്ളതാണ്. കല്യാണത്തിന് വേണ്ടിയിട്ട് വെഡിങ് പർപ്പസ്, അതുപോലെ തന്നെ ഓൺലൈൻ ടീം അങ്ങനത്തെ ആൾക്കാർക്കും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യും. ഇവിടെ നിന്ന് പറയുമ്പോൾ അവർ ഇപ്പോൾ കല്യാണ പർച്ചേസ് ആയാലും അവർ ബൾക്കായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ പർച്ചേസിങ് അവിടെ നടക്കുന്നില്ല. എന്തായാലും ബൾക്ക് പർച്ചേസിംഗ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സെക്ഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്? ഇത് നൈറ്റി ആണ്. ഓക്കെ, നൈറ്റി സെക്ഷനിൽ നൈറ്റി ആൻഡ് ഇന്നർ വെയർസ്, നൈറ്റീസ്, ഇന്നർ വെയർസ്, അതുപോലെ സൂട്ട്സ്, ടു പീസ്, നൈറ്റ് വെയർ എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി വെയറിന് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇവിടെ നൈറ്റീസിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? 90 രൂപ. 90 രൂപയിൽ നമുക്ക് ലൈക്ര ഉണ്ട്, കോട്ടൺ ഉണ്ട്, അങ്ങനെ ഇതൊക്കെ നൈറ്റീസിന്റെ കളക്ഷൻ. ഇതിനൊക്കെ സെപ്പറേറ്റ് നമ്മൾ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നമുക്ക് അങ്ങനെ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 19 റുപ്പീസിലാണ് അണ്ടർ ഗാർമെന്റ്സിന്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുൾ റേറ്റ് കുറച്ച് കൂട്ടി പറഞ്ഞു, 70 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പൊ നമ്മളത് കണ്ടോ, ഇവിടെ വരുമ്പോഴും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിൽ തന്നെ ഇവിടെ 75 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ റേറ്റ് വെറും 75 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ 75 റുപ്പീസ് തൊട്ട് അങ്ങോട്ട് റേറ്റ് അങ്ങോട്ട് കയറി ഇപ്പം പല വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നോർമൽ ആയിട്ടുള്ള ഒരു ടീഷർട്ട് ടൈപ്പ് നൈറ്റ് വെയർ ആണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്. കോട്ട് സെറ്റ് എന്ന് പറയും ഇപ്പോഴത്തെ ട്രെൻഡി കോട്ട് സെറ്റ്. അപ്പോൾ കാപ്രീൻ്റെ ഫുൾ ലെങ്ത് വരുന്നുണ്ട്, ബനിയൻ സ്റ്റഫിൽ വരുന്നുണ്ട്, കോട്ടണിൽ വരുന്നുണ്ട്, പ്ലസ് ഇന്നർ വെയർ വരുന്നുണ്ട്. അപ്പോൾ ഇത് നൈറ്റിയുടെ ഒരു സെക്ഷൻ. ഇനി നമുക്ക് ഇപ്പോഴത്തെ സെക്ഷൻ ആണെങ്കിൽ കിഡ്സ് വെയർ. ഇത് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും രണ്ടും ഉണ്ട്. 25 രൂപ സ്റ്റാർട്ടിങ് കിഡ്സ് വെയറിൽ. ഓക്കെ, അത് 25 രൂപയ്ക്ക് നമുക്ക് എല്ലാ ഡിസൈനും എല്ലാ സൈസിലുള്ളതും കിട്ടത്തില്ല. ന്യൂ ബോൺ ബേബീസ് എന്നുള്ളത് തുടങ്ങി ഒരു വയസ്സുള്ളവർക്ക് 25 രൂപ സ്റ്റാർട്ടിങ് കിട്ടും. ബാക്കി പിന്നെ റേറ്റ് വയസ്സും പിന്നെ ഏജ് വയസ്സ് ആണ് പോകുന്നത്. ഒരു 12-13 വയസ്സ് വരെയുള്ള കിഡ്സ് വെയർ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് കോട്ടൺ തൊട്ട് നമുക്ക് ഫാൻസി ഐറ്റംസ് വരെ ഈ ഒരു സെക്ഷനിലും അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്, വന്നൊന്ന് ചൂസ് ചെയ്തോളൂ. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ജീൻസ്, ടീഷർട്ട്, മെൻസ് വെയർ കളക്ഷൻ. ഓക്കെ, ഇവര് കസ്റ്റമേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇവര് മെൻസ് വെയറുടെ കളക്ഷൻസ് ആണ് ഇവർ ചൂസ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഉള്ളിലേക്ക് കയറി അവർക്ക് ഡിസ്റ്റർബ് ആവും, അതുകൊണ്ട് നമ്മൾ അകത്തേക്കില്ല. എന്നാലും ഇവര് ഇതേപോലെയാണ് കേട്ടോ കസ്റ്റമർ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇത് ജീൻസ്, ടീഷർട്ട്, ടവല്, ബെഡ്ഷീറ്റ്, ഫർണിഷിംഗ് ഐറ്റംസും വെക്കുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ, നമ്മുടെ എല്ലാം ബെഡ്ഷീറ്റിന്റെ ഐറ്റംസ് ആണ്. എല്ലാം കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. കോട്ടന്റെ ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ, ഡബിള്, അങ്ങനെ. അപ്പൊ ഇത് ഈ കാണുന്ന സെക്ഷൻ ഇതൊക്കെ ഉണ്ടോ? ബെഡ്ഷീറ്റ് അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്. ഞാൻ ജസ്റ്റ് നമ്മൾ പോണ വഴിക്ക് കാണുന്ന സംഭവങ്ങളൊക്കെ ഞാൻ എടുത്ത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി ഇപ്പുറത്തെ സെക്ഷൻ മെറ്റീരിയൽ, ഈ ഒരു സെക്ഷൻ അല്ലേ? ചുരിദാർ മെറ്റീരിയൽ നമുക്കൊരു 145 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ചുരിദാർ മെറ്റീരിയൽ പറഞ്ഞാൽ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, നമുക്ക് തയ്ക്കാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ. അതിന്റെ കുറച്ച് സാമ്പിൾസ് ആണ് ഈ പുറത്ത് ഇങ്ങനെ ഞാൻ എടുക്കുന്നത്. അപ്പൊ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിനനുസരിച്ചിട്ട് നമുക്ക് ഇനിയിപ്പോ ഓരോരുത്തർ സൂറത്തിൽ നിന്ന് വരുമ്പോൾ അപ്പൊ നമ്മൾ ഡയറക്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ബൈ ഹാൻഡ് കൊണ്ടുപോകാനുള്ള ഓപ്ഷനും ഉണ്ടോ? ബൈ ഹാൻഡ് കൊണ്ടുപോകാൻ നമുക്ക് ഇപ്പം പർച്ചേസ് നല്ലോണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഡെലിവറി ചെയ്ത് തരാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ഹാൻഡ് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകാം. അപ്പൊ അത് രണ്ടും ഓപ്ഷൻസ് ഉണ്ട്. ഓരോന്നോരോന്ന് ഇങ്ങനെ ക്ലിയർ ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കാനാട്ടോ. പിന്നെ എങ്ങനെ ഒരു സംഭവം, ഇത് എന്താ സംഭവം? കസ്റ്റമർ പർച്ചേസ് ചെയ്ത് വെക്കുന്ന ട്രോളിയാണ്. അത് നമ്മൾ ഇത്രയും ദൂരം നമ്മൾ തന്നെ ഓരോരോ പീസ് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്ത് ഇട്ടിട്ട് നമ്മൾ ബജാറിൽ പോകും. നമ്മുടെ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പോലെ എന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റിൽ ബാസ്ക്കറ്റ് പിടിക്കുന്നതിന് പകരം ഇവിടെ ട്രോളി പിടിച്ചാൽ മതി. ഇനി ഈ ട്രോളി ആരുടെയാണെന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഈ കസ്റ്റമറുടെ ആണെന്ന്. ആ ഒരു കസ്റ്റമറുടെ ഐറ്റംസ് ആണ് ഈ ഒരു സംഭവം. അവർ ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഓരോ പ്രോഡക്റ്റ് എടുക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കുന്നത് എത്ര മാർജിൻ ഞാൻ ഇടാൻ പറ്റും, എത്ര മാർജിനാണ് ഞാൻ ഇവിടുന്ന് എടുക്കുന്നത് എല്ലാം നോക്കിയത് കാൽക്കുലേറ്റ് ആണ് പർച്ചേസ് ചെയ്തത്. ഇതിപ്പോ ഓൺലൈൻ ടീം വരുന്ന വെച്ചാൽ ആ കസ്റ്റമേഴ്സ് അവർ ഓൺലൈനായിട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്ന് അങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സംഭവമൊക്കെ അവിടെ കിടക്കട്ടെ. ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ദുപ്പട്ടയിൽ നമുക്ക് വെറൈറ്റി ഓഫ് ഡിസൈൻസ് മെറ്റീരിയൽ നമുക്ക് കിട്ടും. അതിനകത്ത് 29 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടിംഗ് റേറ്റ് നമ്മൾ 29 രൂപ തന്നെ പറയുന്നത്. ബാക്കിയുള്ള റേറ്റ് നമ്മൾ പറയാറില്ല. കാരണം കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നവർ പിന്നെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നവർ അതൊരു മിസ്റ്റേക്ക് അങ്ങനെ ഉണ്ടാകരുത്. മാർജിൻ ഇട്ടിട്ട് നമുക്ക് സെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റേറ്റ് കാര്യങ്ങൾ നമുക്ക് എടുത്ത് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ കാര്യങ്ങളൊന്നും പറയാത്ത. ഇനിയിപ്പോൾ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്ഷൻ 3 പീസിന്റെ ഒരു സെക്ഷൻ. അപ്പോൾ എൻ്റെ ഇട്ട പോലത്തെ 3 പീസിന്റെ സെക്ഷനൊക്കെ ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് ഉണ്ട്, ഹാൻഡ് വർക്ക് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്, നോർമൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ 3 പീസിന്റെ ഫുൾ സെക്ഷൻസ്. അതിൽ മൽക്കോട്ടം വരും,
ഇതേ വെറൈറ്റീസ് കാണിക്കാനായിട്ട് ഇത് പിടിച്ച് കണ്ടോന്ന് എത്ര വെറൈറ്റി വേണം. ഇവൻ നിർത്തൂല കേട്ടോ, ഇവന് ഭയങ്കര ഹരാണ് വീഡിയോ കാണിക്കാന്ന് പറയുമ്പോ. ഇവന് നമ്മുടെ ഇവിടുത്തെ കൊച്ചു മുതലാളിയാണ്. അവന്റെ സെക്ഷൻ ആയതുകൊണ്ടേ. അതെ, കോട്ടണില് വേണോ, ഇതെങ്ങനെ ഏത് മെറ്റീരിയൽസ് ആണെങ്കിലും ഇവിടെ നിന്ന് തീരൂല. എന്തായാലും ബസ് 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 ഭാവു ബസ് ഭാവു. നമുക്ക് ഇതിനകത്ത് എല്ലാ 3 പീസിനകത്ത് എല്ലാ വെറൈറ്റിയിലും എല്ലാ മെറ്റീരിയലിലും നമുക്ക് കളക്ഷൻ കിട്ടും. 320 രൂപ 330 രൂപ നമുക്ക് 3 പീസ് കിട്ടും. അത് കോട്ടൺ ആണെങ്കിലും മറ്റേ വേറെ ഏത് റയോൺ മെറ്റീരിയൽ ആണെങ്കിലും വേറെ ഏത് മെറ്റീരിയലുകളിലും കിട്ടും. നമുക്ക് ഓരോ സീസൺ അനുസരിച്ചാണെങ്കിലും കളക്ഷൻ കിട്ടും. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ, അത് നമുക്കിപ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ട് അത് വേണ്ട നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നമുക്ക് ഉറപ്പായും റെഡിയാക്കി തരാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇത്ര ബൾക്ക് പീസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് വരുന്നതാണ്. ഇനി ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ആക്ച്വലി ഇവിടെ ചുരിദാർ വെച്ചിട്ടുണ്ട്. അതിൽ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ചതാണ്. സമ്മർ കളക്ഷൻ വന്നതുകൊണ്ട് കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇതുപോലെ. ഇത് കോംബോ സൈസ് ആണ് വരുന്നത്. സെയിം കളർ കോംബോ സൈസ് 349 രൂപ. അതെ, പ്യുവർ കോട്ടൺ പ്ലസ് വർക്ക് നെക്ക് വർക്ക് 349 കേട്ടോ ഈ കളക്ഷൻസ് വരുന്നത്. അതും ഒരു പീസിന്റെ സെറ്റ്. ഇത് 3 പീസാ അല്ലെങ്കിൽ കുർത്തീസ് മാത്രം? 3 പീസാണ്. 3 പീസിനാണ് 349. വാവ്, ഗ്രേറ്റ്. അപ്പൊ ഈ കളക്ഷൻ ഒക്കെ ആ റേറ്റ് ഉള്ളു, അധികം റേറ്റ് ഒന്നുമില്ല. 349ന്റെ കളക്ഷൻ കേട്ടോ. അപ്പൊ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാതും കാണുന്നത് 349 ആണ് കേട്ടോ. ഒന്ന് അടുത്തേക്ക് വരാണെങ്കിൽ കറക്റ്റ്. ഇനി ബാർകോഡിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞില്ലേ, എല്ലാത്തിലും റേറ്റ് കാര്യങ്ങളുണ്ട്. അതെ, വീനെക്ക് ഉണ്ട്, റൗണ്ട് നെക്ക് ഉണ്ട്. 349 വീനെക്കിൽ വരുന്നുണ്ട്. അതുപോലെ ഇത് 349, ഇതും 349. ഏതെടുത്താലും ഇതിൽ നിന്ന് 349ന്റെ കളക്ഷൻസ് ആണ് ഈ ഫുൾ കളക്ഷൻസ് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇഷ്ടം അനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ മാച്ചിങ് സെന്റർ ആണ്. ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോൾ പ്ലെയിൻ ബ്ലൗസിലുണ്ട്, ബ്രൊക്കേഡിൽ വരുന്നുണ്ട് അല്ലേ? അങ്ങനെ പിന്നെ വർക്കുകളതും വരുന്നുണ്ട്. അങ്ങനെ സംഭവങ്ങൾ. എന്തായാലും മാച്ചിങ് സെന്റർ ആണ്, അപ്പോൾ ആ ഭാഗത്തേക്ക് അങ്ങനെ പോകുന്നില്ല. എന്തായാലും ബ്രൊക്കേഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇനി ഒരു സെക്ഷനും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ആക്ച്വലി ഈ ഒരു സെക്ഷൻ. ഇത് സിംഗിൾ പീസ് കുർത്തി, 2 പീസ്, ഇത് രണ്ടുമാണ് ഇവിടെ നമുക്ക് കൊടുക്കുന്നത്. സിംഗിൾ കുർത്തി, 2 പീസിന്റെ കുർത്തീസ്. അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 99 ആണ് സ്റ്റാർട്ട് ചെയ്യുക. അതും 99ലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള. നമ്മളിതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇപ്പുറത്ത് ഓൺലൈൻ ഓഫീസാണ്. വിസിറ്റ് ചെയ്യാം. വാ, ഓൺലൈൻ ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഡർ ചെയ്യുന്ന ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. ഫുൾ ഓൺലൈൻ ടീം ഇരിക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ ഓരോരോ ലാംഗ്വേജ് അനുസരിച്ചിട്ട് ഓരോരോ ആൾക്കാർ ഇങ്ങനെ ഇരിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ മലയാളി സ്റ്റാഫ് 2 ആളുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആൾ ഏതാ? ഇതാണ് സിജു ഭായ്. ഗമയിലിരിക്കുന്നത്. ഇതിലൊക്കെ ഒന്ന് പറ. നിങ്ങൾ അന്നിട്ട ടീഷർട്ടിന്റെ എപ്പോഴും ഇങ്ങനെ അലുക്കണ പരിപാടി ഒന്നും ഇല്ലേ? ഞാൻ വെറുതെ പറഞ്ഞാ. എന്ന് കണ്ടാലും ഈ ഒരു ടീഷർട്ട് തന്നെയാണല്ലോ ആൾക്ക്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ മലയാളിക്കാരോട് വല്ലതും പറയാണ്ട? നമ്മളിത് ഓൺലൈൻ സ്റ്റാഫാണ്. ഓൺലൈനിൽ ഏത് കോൾ വന്നാലും നമ്മളാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ അല്ലെങ്കിൽ വേറെ പോലീസ് പ്രിൻസാണ് അറ്റൻഡ് ചെയ്യുന്നത് കോൾസ് എല്ലാം. പിന്നെ ഇത് നമ്മുടെ ഏത് കോൾസ് ചെയ്യുമ്പം അഡ്രസ്സൊക്കെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ആ നമ്പറെ വിളിച്ചാൽ മതി. നമ്മൾ ഇവിടെ റീച്ച് ചെയ്യിപ്പിക്കുന്ന കാര്യം നമ്മൾ ചെയ്യും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റോളൂ. നാട്ടിലത്തെ ആൾക്കാരൊന്നും ഇവിടെ വന്നാൽ മതിയല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. അപ്പൊ സിജോ എന്നാണ് ശരിക്കും പേര്, പക്ഷെ ജോൺസ് ഭായ് എന്നാണ് അറിയപ്പെടുന്നത്. ജോൺ ഭായ് ആണ്. നമ്മൾ ധാരാവി കേട്ടെന്ന് പറഞ്ഞില്ല, അതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആൾക്കാരോട് എന്തെങ്കിലും വേറെ സ്പെഷ്യലായിട്ട് പറയാനുണ്ടോ? നിങ്ങൾ ന്യൂ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി പർച്ചേസ് ചെയ്യാനല്ല ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ആണ് ആവശ്യം, അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക. അത് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് എന്തൊക്കെ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ എന്തൊക്കെ മാർജിൻ ഇടണം, അങ്ങനെയുള്ള ഐഡിയാസൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വിളിക്കാം. പർച്ചേസിങ്ങിന് മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം, സക്സസ് ആയിട്ട് രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നു. കാരണം ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ബിസിനസ് മുമ്പോട്ട് പോകുന്നതല്ല, അതിനോട് കുറച്ച് ഐഡിയാസ് കൂടെ ആവശ്യമുണ്ട്. അതുപോലുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക്
കോൾ വിളിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ പുതിയ ബിസിനസ് ഇതിനൊക്കെ ഐഡിയാസും എന്ന് വെച്ചാൽ നേരിട്ട് വന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഓൺലൈൻ ഫെസിലിറ്റീസിലായാലും പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ആ ഒരു സ്റ്റക്കിംഗ് പോയിന്റിൽ ഇവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കേസരിയ സൂരത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ മൊത്തം കേസരിയ, ഷോപ്പ് നമ്പർ 3031 ഇതാണ് ഷോപ്പിന്റെ ഡീറ്റെയിൽസ്. അപ്പം ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ പ്രിൻസ് ഉണ്ട്, എല്ലാം കാര്യത്തിൽ പ്രിൻസും ജോണും. അപ്പോൾ താങ്ക് യു ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്നതന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഇത് കാണിക്കുന്നത് ഇപ്പം ഇവിടെ ഹിന്ദിയിൽ വന്നത് ഇങ്ങനെയാണ്, ശരിക്കും ഇങ്ങനെയാണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണാട്ടെ. ബൈ. താങ്ക് യു.